വേൾഡ് കപ്പിൽ ആര് ജയിക്കും നമ്മളിത് നോക്കാൻ പോവാണ്. ഞാൻ പറയുന്നത് സ്പെയിൻ ജയിക്കുന്നു. ഞാൻ പറയുന്നത് അർജന്റീന ജയിക്കുള്ളൂ. ചലഞ്ച് വീഡിയോ വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കാൻ പോകണം. നമുക്ക് കുറെ റൗണ്ടുകൾ ഉണ്ട്, അതിലെല്ലാം വിൻ ചെയ്യണം. ആ വിൻ ചെയ്യുന്ന ആളായിരിക്കും ജയിക്കാൻ പോണം, അല്ലേ? ഫസ്റ്റ് ചലഞ്ച്, ഈ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ നിന്നിട്ട് ഈ കാർഡ്ബോർഡ് പെട്ടിയുടെ ഉള്ളിലേക്ക് നമ്മൾ ബോൾ ഇടണം. സിമ്പിൾ. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ ഡേവിഡ് സ്പെയിനിന് വേണ്ടി ചെയ്യാൻ പോവാണ്. അപ്പൊ എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ഒരെണ്ണം പോയി. സ്പെയിന്റെ ജസ്റ്റ് മിസ്, ജസ്റ്റ് പോസ്റ്റ് പോയി. ഗായ്സ്, അർജന്റീനയ്ക്ക് വേണ്ടി 5 വിനോദാണ് അടുത്ത് അടിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇങ്ങനെ എടുത്തിട്ടേ പൊക്കണം, അല്ലെങ്കിൽ പോകുന്നില്ല. 0-0 റൗണ്ട് 2 ഇത് കിട്ടും. നോ, പോയി. അഗെയിൻസ്റ്റ് അർജന്റീന. സെക്കൻഡ് റൗണ്ടിലും അർജന്റീന സ്കോർ ചെയ്തിട്ടില്ല, സ്പെയിൻ സ്കോർ ചെയ്തില്ല. ഓവർ ടു തേർഡ് റൗണ്ട്. സ്പെയിൻ വിൽ സ്കോർ നൗ. Okay. Oh my God! നീ എന്തിനാ സപ്പോർട്ട് ചെയ്യണേ? സ്പെയിനിന് വേണ്ടി ഡേവിഡ്. സ്പെയിനിന് വേണ്ടി ഒരു ഗോൾ സ്കോർ ചെയ്ത് ഡേവിഡ്സൺ. അർജന്റീനയുടെ ലാസ്റ്റ് ചാൻസ് ഫോർ അർജന്റീന. അടിയോ? അടിക്കുമായിരിക്കും. അടിക്കില്ലേ? അടിക്കോ? Five points for Argentina. ഓരോ വിന്നും 5 പോയിന്റ്സ് ആണ്. അർജന്റീനയ്ക്ക് 5 പോയിന്റ്സ്, സ്പെയിന് 5 പോയിന്റ്സ്. അപ്പൊ ഡ്രോ ആയി ഈ റൗണ്ട്. നെക്സ്റ്റ് റൗണ്ട് നമ്മുടെ നെക്സ്റ്റ് റൗണ്ട് ആണ്. ഇത് ജഗ്ലിംഗ് റൗണ്ട് ആണ്. ഏറ്റവും കൂടുതൽ ജഗ്ൽ ചെയ്യുന്ന ആളാണ് ഇതിൽ വിൻ ചെയ്യുക. നമുക്ക് 3 റൗണ്ട് ഉണ്ട്. 3 റൗണ്ടിലും ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാം. ഫസ്റ്റ് റൗണ്ടിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഞാൻ. ഓക്കെ, അയ്യോ, ഫസ്റ്റ് തന്നെ പോയി. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ അർജന്റീന 1. അയ്യോ, നെക്സ്റ്റ് സ്പെയിൻ. ഓക്കെ, നോക്കാം. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 29, 30, 31, 32, 33. അയ്യോ, ഇതെന്നെ കൊണ്ട് ബീറ്റ് ചെയ്യാൻ ഗൈസ്. സെക്കൻഡ് റൗണ്ട് അർജന്റീന ജയിക്കൂല്ലേ നമുക്ക് നോക്കാം. സ്പെയിൻ ഓൾറെഡി ഇപ്പോ എത്രയാ? 33, 33 സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം. ഓ മൈ ഗോഡ്. ഓക്കെ, 3. അപ്പൊ സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോ അർജന്റീന 3, അർജന്റീന 4. ടോട്ടൽ അർജന്റീന 4, സ്പെയിൻ 33. 1, 2, 3, 4, 5, 6, 7. Oh, 7 ആയി. അപ്പൊ 33, 40. സ്പെയിൻ കറന്റ് 40, അർജന്റീന 4. ഓക്കെ, നെക്സ്റ്റ് റൗണ്ട് അർജന്റീനയുടെ തേർഡ് റൗണ്ട്. ഓക്കെ, 1, 2, 3, 4. 4 ഇംപ്രൂവ്മെന്റ് ഉണ്ട്. 4 ആയി. അപ്പൊ 8. അർജന്റീന തോറ്റിരിക്കുന്നു ഗൈസ്. എനിക്ക് തോറ്റില്ലല്ലോ. തേർഡ് ആയില്ലേ എന്റെ കഴിഞ്ഞില്ല. ഓൾറെഡി സ്പെയിൻ ജയിച്ചു കഴിഞ്ഞു. എന്നാലും സ്പെയിന്റെ തേർഡ് റൗണ്ട് നോക്കാം. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12. അങ്ങനെ 52 സ്പെയിൻ. എത്രയാ അർജന്റീന? 8. അത് കുഴപ്പമില്ല. ഈ ചലഞ്ചിലും അങ്ങനെ നമ്മുടെ സ്പെയിൻ ജയിച്ചിരിക്കുന്നു. കഴിഞ്ഞ റൗണ്ടിൽ ഡ്രോ ആയിരുന്നു. അർജന്റീന കാര്യമില്ല ഗൈസ്. സ്പെയിൻ. Here comes our third and last challenge. ഇത് നമ്മുടെ പെനാൽറ്റി ഷൂട്ട് ഔട്ട് ചലഞ്ച് ആണ്.
അതാണ് നമ്മുടെ ഗോൾ പോസ്റ്റ്. ആ ഗേറ്റിന്റെ ആ എൻഡും ഈ എൻഡും അതിന്റെ ഇടയ്ക്കുള്ള സ്ഥലമാണ് നമ്മുടെ ഗോൾ പോസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്പെയിനിന് ചാൻസ് കൊടുക്കാം. അപ്പൊ എന്താവുന്നു നോക്കാം. പെനാൽറ്റി ഷൂട്ട് ഔട്ടിന്റെ ഫസ്റ്റ് റൗണ്ട് കേട്ടോ. അടിക്കല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഞാൻ പിടിച്ചു. അർജന്റീന തടഞ്ഞു ഗൈസ്. തടഞ്ഞു. കുഴപ്പമില്ല, അടുത്ത ചാൻസ്. അതാണ് അർജന്റീന. അർജന്റീന നെക്സ്റ്റ് ചാൻസ് അർജന്റീന. ഗോളിയായിട്ട് സ്പെയിൻ. അങ്ങനെ അർജന്റീന സ്പെയിനും 1-1 ആയിട്ട് ടൈലായിട്ട് നിൽക്കാണല്ലേ? അതെ. ഇനി 2 more chances. അർജന്റീന വീണ്ടും മെസ്സിക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നു. 2-2 മിസ്സാക്കിയിരിക്കാണ്. 1 more chance. ലാസ്റ്റ് ചാൻസ്. സ്പെയിൻ ഗോൾ അടിച്ചിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. സ്പെയിൻ ചമ്മിക. ഷിറ്റ്. അർജന്റീന അഗൈൻ. അർജന്റീന ലാസ്റ്റ് ചാൻസ്. ഗോളി. നിലത്ത് വീണ് പരിക്ക് പറ്റി. ഗോളിക്ക് പരിക്ക്. ഓക്കെ, അപ്പൊ ആരും അടിക്കാത്ത സ്ഥിതിക്ക് മൂവിങ് ഓൺ ടു 2 more chances. അപ്പോൾ 3-3 ഡ്രോ ആയ സ്ഥിതിക്ക് 2 more chances for Argentina and Spain. This is goal. Okay. Extra 2 chances. 1 chance is goal by Spain. David. നമുക്ക് നോക്കാം. അടുത്ത അർജന്റീനയാണ് അടിക്കാൻ നോക്കാം. ഇത് വിഷയല്ല. പാളിപ്പോയി. അർജന്റീനക്ക് പാളിപ്പോയി. ലാസ്റ്റ് 1 more chance പെൻഡിങ്. നോക്കാം. ഇത് ഗോളായാൽ സ്പെയിൻ ജയിച്ചു. ഇത് ഗോളായില്ലെങ്കിൽ വീണ്ടും നിനക്കുള്ള ട്രൈ. നമ്മൾ റീ കളിക്കും. ഓക്കെ. അങ്ങനെ ചെയ്യാൻ പാടില്ല. യെല്ലോ കാർഡ് ഇട്ടോ. ഡ്രോ 1-1 ഡ്രോ ആയിരിക്കാണ്. ഇനി 1 more chance കൂടി അതിലടിക്കാം. നെക്സ്റ്റ് അർജന്റീനയുടെ ചാൻസ് ആണ്. നോക്കാം. ഫൈനലി പെനാൽറ്റി റൗണ്ട് സ്പെയിൻ ജയിച്ചിരിക്കുകയാണ്. അയ്യോ അയ്യോ. അപ്പൊ നമ്മുടെ 3 റൗണ്ട്സും കഴിഞ്ഞു. അൺഫോർച്ചുനേറ്റ്ലി സ്പെയിൻ ജയിച്ചു. ഓൾവേസ് എസ്പാന. അതൊക്കെ ഇരിക്കട്ടെ, ഫിഫ വേൾഡ് കപ്പിൽ എന്തായാലും അർജന്റീന തന്നെ ജയിക്കുള്ളൂ. അത് വേറെ കാര്യം. ഇതിൽ നിന്ന് മനസ്സിലായല്ലോ, സ്പെയിൻ എന്ന് പറഞ്ഞാൽ മുട്ടാൻ പറ്റില്ല, കിട്ടുന്ന ടീമായിരിക്കും. അത് നമുക്ക് നോക്കാം. അത് നമുക്ക് ഫൈനലിൽ വരാണെങ്കിൽ സ്പെയിൻ ജയിക്കും, അർജന്റീന ജയിക്കും. നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്, ആര് ജയിക്കുന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. അർജന്റീന ജയിക്കുന്നല്ലേ എല്ലാവർക്കും പറയാണ്ടാവുള്ളൂ. അല്ല, സ്പെയിൻ അർജന്റീന ജയിക്കും. ഓക്കെ, അപ്പൊ അർജന്റീന ഫാൻസ് കമന്റ് ഇട്ടോളൂ, സ്പെയിൻ ഫാൻസും കമന്റ് ഇട്ടോളൂ. നമുക്ക് നോക്കാലോ എത്ര പേരുണ്ടെന്ന്. നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൽ നമുക്ക് കപ്പുണ്ട് കൊടുക്കാൻ, നമുക്കിവിടെ ബോളാണുള്ളത് കൊടുക്കാൻ, ഒരു ബ്രാൻഡ് ന്യൂ ഫുട്ബോൾ. അപ്പോൾ വിന്നർക്ക് ഞാനത് കൈമാറാണ്. ഇങ്ങനെയാണോ കൊടുക്കുക?
അല്ല, ഒരു വിഷമത്തിൽ അങ്ങനെ ആദരവ് തിരുമ്പ് അപ്പൊ സമ്മാനം കിട്ടിയില്ലേ? കിട്ടി സന്തോഷായില്ലേ? കിട്ടി. കഴിഞ്ഞില്ലേ? പക്ഷെ കഴിഞ്ഞിട്ടില്ല. വിന്നർ ഉണ്ടെങ്കിൽ ഒരു ലോസർ ഉണ്ടല്ലോ, ലോസർക്ക് നമുക്കൊരു ചെറിയ പണിഷ്മെന്റ് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പണിഷ്മെന്റ്? ആളെന്നെയാണ് പണിഷ്മെന്റ് കണ്ടുപിടിച്ചത്. അപ്പൊ ആളെന്നെ പറയട്ടെ, പറഞ്ഞോ. ഏത്തടോ? ഏത്തട്ടോ എത്ര ഒരു 5 10 കൊടുക്കുക അല്ലേ? 10 ഏത്തട്ടോ കൗണ്ട് ചെയ്യാം. കൗണ്ട് ചെയ്തോട്ടാ. ഇങ്ങനെയല്ലേ? യെസ്. 1 2 3 4 5 6 7 8 9 10. ഈ ഏത്തടല് ഞാൻ ഒരു മറു ഏത്തടല് ചെയ്യിക്കും. എന്താണെന്നറിയോ? ഫിഫ വേൾഡ് കപ്പിലെ ഫൈനലിന്റെ അന്ന്. ഓക്കെ, അന്ന് അർജന്റീന ജയിക്കുമ്പോ നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. അപ്പൊ ചലഞ്ചസ് ഇവിടെ അവസാനിക്കണില്ല. ഇനിയും കിടിലൻ ചലഞ്ചസ് ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.